നമസ്കാരം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നേരിട്ട സുരക്ഷാ വീഴ്ചയിൽ തനിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഈ വീഴ്ചയിൽ മുകളിൽ നിന്നും താഴേക്ക് വരെ, താഴെ വരെ എല്ലാവർക്കും പങ്കുണ്ട് എന്നും ഒക്ടോബർ 7 മുമ്പ് നടന്നതിനേക്കാൾ അതിനുശേഷം എന്തു സംഭവിച്ചു എന്നതിനാണ് പ്രാധാന്യമെന്ന് പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമോസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ താൻ മുൻകൂട്ടി കണ്ടിരുന്നില്ലെന്നും അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട്. ഒക്ടോബർ 7 മുമ്പ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മിതമായ രീതിയിൽ സൈനിക നടപടികൾ സ്വീകരിച്ചെന്ന പ്രധാനമന്ത്രി തന്നെയാണ് ലോകം കണ്ടിരുന്നതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ തീർത്ത മരണക്കയത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആക്രമണത്തിന് ശേഷം അതിശക്തമായി തിരിച്ചടിക്കുവാനും ഭീകരതയുടെ വേലിയേറ്റം തടയാനും തനിക്ക് സാധിച്ചു എന്നും അദ്ദേഹം പറയുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജിവെച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പലരും കാലാവധി പൂർത്തിയാക്കിയാണ് പോയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇറാൻ ഭരണകൂടത്തിന്റെ പതനം ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ നെതന്യാഹു ഹോർമൂസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സമ്പന്നാവസ്ഥ പ്രവചിക്കാനാകില്ല എന്ന് സമ്മതിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ട് എന്നും എന്നാൽ മുൻഗാമികളെക്കാൾ അധികാരം കുറഞ്ഞ ആളാണ് അദ്ദേഹമെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ പങ്ക് മിഡിൽ ഈസ്റ്റിലെ വലിയ അസ്ഥിരതയുണ്ടാക്കുന്നുണ്ട് എന്നും ഇതിനെതിരെ രാജ്യാന്തര സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ സഹായത്തെക്കുറിച്ച് വിപ്ലവകരമായ നിലപാടാണ് നെതന്യാഹു പങ്കുവച്ചത്. ഇസ്രായേലിലെ എല്ലാത്തരം US സഹായങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിരോധ രംഗത്തടക്കം സ്വന്തം കാലിൽ നിൽക്കാൻ ഇസ്രായേലിന് കഴിയണം. അമേരിക്കയുമായുള്ള ബന്ധം സുപ്രധാനമാണ് എങ്കിലും പൂർണ്ണമായ ആശ്രയത്വം ഒഴിവാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ സൈനികമായ കരുത്ത് സ്വയം ആർജിക്കുക എന്നതാണ് പ്രധാനമെന്നും കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ പ്രചരണങ്ങൾ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായെന്ന് നെതന്യാഹു നിരീക്ഷിച്ചു. പ്രചരണ യുദ്ധത്തിൽ ഞങ്ങൾ അത്ര നന്നായി പ്രവർത്തിച്ചില്ല, അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അമേരിക്കയിൽ യുവാക്കൾക്കിടയിൽ ഇസ്രായേലിന് ലഭിച്ചിരുന്ന പിന്തുണ കുറഞ്ഞതിനു കാരണം സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളാണ്. സത്യം പ്രചരിപ്പിക്കുന്നതിൽ തങ്ങൾ പിന്നോട്ടു പോയി എന്നും ഗാസയിലെ മറ്റു സൈനിക നടപടികളെ തെറ്റായ രീതിയിലാണ് ലോകം കാണുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഒക്ടോബർ 7 കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് ഇൻക്വയറി രൂപീകരിക്കാൻ നെതന്യാഹു ഇപ്പോഴും വിസമ്മതിക്കുകയാണ്. രാഷ്ട്രീയമായ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കമ്മീഷൻ മതി എന്ന നിലപാടിലാണ് നെതന്യാഹു നിൽക്കുന്നത്. ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും ഉന്നതാധികാര സ്റ്റേറ്റ് കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ പിന്മാറ്റം എന്നത് ശ്രദ്ധേയമാണ്. തന്റെ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നാൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു അന്വേഷണം സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഹോർമോസ് കടലിടുക്കിലെ US നാവിക ഉപരോധത്തെ കുറിച്ച് ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന നീക്കമാണ് ഇറാൻ നടത്തുന്നതെന്നും ഹോർമോസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണെന്നും ഇത് ആഗോള വ്യാപാരത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒക്ടോബർ 7 ഇതിനു മുമ്പും ഇത്തരമൊരു പ്രാദേശിക യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് സമ്മതിക്കുന്നതിലൂടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയം കൂടി അദ്ദേഹം പരോക്ഷമായി ശരിവെക്കുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ വഴങ്ങാൻ താൻ തയ്യാറല്ല എന്ന കർക്കശമായ നിലപാടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ അഭിമുഖം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് എന്ന് പറയുന്നതിലൂടെ സൈനിക മേധാവികളെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്.